നമസ്കാരം. സർക്കാർ ഉടമസ്ഥതയിലുള്ള ടെലികോം സ്ഥാപനമായ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് എന്ന BSNL പുതിയ വരിക്കാരെ സ്വന്തമാക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2024 ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ 3.6 ദശലക്ഷം മൊബൈൽ ഉപയോക്താക്കളെ BSNL പുതുതായി സ്വന്തമാക്കിയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞെട്ടിപ്പോകും. എന്നാൽ പുതുതായി വരിക്കാരെ സ്വന്തമാക്കാൻ കഴിയുന്നുണ്ട് എങ്കിലും BSNLിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ വൻ ഇടിവും ഉണ്ടായിട്ടുണ്ട് എന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. കാരണം ജൂലൈ മുതൽ ഇങ്ങോട്ടുള്ള കണക്കുകൾ പരിശോധിച്ചാൽ BSNLിലേക്ക് ആളുകൾ എത്തുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ട്. 2024 ജൂലൈയിൽ മാത്രം 29,31,971 വഴിക്കാരെ പുതുതായി BSNL സ്വന്തമാക്കുകയായിരുന്നു. അവസാന 3 മാസത്തെ കണക്ക് നോക്കിയാൽ ഓഗസ്റ്റിലാണ് BSNLിലേക്ക് കൂടുതൽ പേർ എത്തിയത്. ഓഗസ്റ്റിൽ BSNL 2.52 ദശലക്ഷം പുതിയ വരിക്കാരെ സ്വന്തമാക്കുകയായിരുന്നു. BSNL പ്രീപെയ്ഡ് കണക്ഷനുകളിലാണ് കാര്യമായ മുന്നേറ്റമുണ്ടായത്. പോസ്റ്റ് പെയ്ഡ് കണക്ഷനുകളിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. 2024 ജൂലൈയിൽ BSNL പ്രീപെയ്ഡ് കണക്ഷനുകൾ 88.41 ദശലക്ഷമായിരുന്നു. ഒക്ടോബറിൽ എത്തിയപ്പോഴേക്ക് ഇത് 92.04 ദശലക്ഷമായി ഉയരുകയായിരുന്നു. അതേസമയം BSNL പോസ്റ്റ് പെയ്ഡ് വരിക്കാരുടെ എണ്ണത്തിൽ ചെറിയ മാറ്റമാണ് ഉണ്ടായത്. മുൻപ് 4.42 ദശലക്ഷം വരിക്കാരുണ്ടായിരുന്നിടത്ത് നിന്ന് ഇപ്പോഴത് 4.48 ദശലക്ഷമായി ഉയർന്നിട്ടുണ്ട്. ജൂലൈയിൽ സ്വകാര്യ കമ്പനികൾ നടത്തിയ താരിഫ് വർധനയ്ക്ക് ശേഷമാണ് ഉപഭോക്താക്കൾ BSNLിന്റെ നെറ്റ്വർക്കുകളിലേക്ക് പോർട്ട് ചെയ്ത് ശക്തമായി എത്തിയത്. സ്വകാര്യ ടെലികോം കമ്പനികളുടെ ഉപഭോക്താക്കൾ കൂടുതൽ താങ്ങാനാകുന്ന റീചാർജ് പ്ലാനുകൾക്കായി BSNLിലേക്ക് മാറുകയായിരുന്നു. ഈ പ്രവണത അധിക നാൾ ഉണ്ടാകില്ല എന്നും അത് ഏതാണ്ട് അവസാനിച്ചുവെന്നും വോഡാഫോൺ ഐഡിയ CEO കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. BSNLിലേക്ക് പോയവർ അവിടുത്തെ മോശം നെറ്റ്വർക്ക് സേവനങ്ങൾ മടുത്ത തിരിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ടെന്നും വോഡാഫോൺ പ്രതിനിധികൾ പറയുകയാണ്. BSNLിന് ഇനിയും പല സ്ഥലങ്ങളിലും 4G എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സ്വകാര്യ കമ്പനികളുടെ ആശ്വാസം. കാരണം വിലയേക്കാൾ ഉപരി ആളുകൾ ഇപ്പോൾ വേഗതയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്. നിരക്ക് അല്പം കൂടിയാലും മെച്ചപ്പെട്ട വേഗതയിൽ ടെലികോം സേവനങ്ങൾ ആസ്വദിക്കാനാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത്. BSNLിന് ഇനിയും എല്ലായിടത്തും 4G എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പോർട്ട് ചെയ്തു പോയവർ തങ്ങളിലേക്ക് മടങ്ങി വരുമെന്നാണ് ജിയോയും എയർടെലും VIയും എല്ലാം തന്നെ കണ്ണടച്ച് വിശ്വസിക്കുന്നത്. VIക്ക് നേരത്തെ 5G സേവനങ്ങളും അഭാവമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ VIയും 5G സേവനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. 17 ലൈസൻസിന്റെ ഏരിയകളിലാണ് VI 5G സേവനം നടപ്പാക്കി വരുന്നത്. മറുവശത്ത് BSNL 5G ആരംഭിക്കാൻ അല്പം കൂടി സമയമെടുക്കുമെന്നാണ് പറയുന്നത്. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന 4G വ്യാപനം അടുത്ത വർഷം ഏപ്രിൽ മെയ് മാസത്തോടു കൂടിയേ പൂർത്തിയാകൂ എന്നുമാണ് റിപ്പോർട്ടുകൾ. ഇതിനുശേഷം ജൂൺ ജൂലൈ ആകുമ്പോഴേക്കും BSNL 5G സേവനങ്ങൾ ആരംഭിക്കുമെന്നാണ് ടെലികോം മന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്.